ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് കറണ്ട് അഫെയർസ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കറണ്ട് അഫെയർസ് നോക്കാനാണ് ഒരുവിധം എല്ലാവർക്കും മടി. എന്താണെന്നറിയില്ല, എല്ലാവർക്കും അങ്ങനെയാണോ എന്നറിയില്ല. എനിക്ക് ഭയങ്കര മടിയുള്ളൊരു കാര്യമായിരുന്നു കറണ്ട് അഫെയർസ്. നമുക്കറിയാം, ഇപ്പോഴേ നോക്കി തുടങ്ങിയാലേ നമുക്ക് ആ സമയത്തേക്ക് ആ ഒരു ഭാരം കുറയുള്ളൂ അല്ലേ. അല്ലാതെ നമ്മൾ പരീക്ഷ അടുപ്പിച്ച് എല്ലാ കറണ്ട് അഫെയർസും കൂടി പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എത്രയ്ക്ക് അങ്ങനെയൊക്കെ മനസ്സിലാക്കി വെച്ചാലും കറണ്ട് അഫെയർസ് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ചെറിയൊരു മടിയാണ്. എന്തൊക്കെ ആയാലും നിങ്ങളങ്ങനെ ചെയ്യാൻ പാടില്ല. കറണ്ട് അഫെയർസ് അപ്പോൾ പത്രം വായിച്ചും വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിലൊക്കെ നോട്ട് ചെയ്തിട്ട് പോവാം. അപ്പോൾ നമുക്കൊരു പരിചയം ഉണ്ടെങ്കിലേ റിവിഷൻ ടൈമിൽ നമുക്ക് പഠിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ഞാൻ ഓപ്ഷൻസ് വായിക്കുന്നില്ല. ഓപ്ഷൻസ് വായിക്കുന്നത് ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് തന്നെ ഒന്ന് പോസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ പറഞ്ഞാലും മതി. ഞാൻ ജസ്റ്റ് ആൻസേഴ്സ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ മുംബൈ ആണ് ശരിയായ ഉത്തരം കേട്ടോ. അപ്പം നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ മുംബൈ. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ജസ്റ്റിസ് BR ഗവായിയെ പറ്റിയുള്ള ശരിയായ വിവരം ഏതാണ്? ജസ്റ്റിസ് BR ഗവായി, അദ്ദേഹത്തെ പറ്റിയുള്ള ശരിയായ വിവരം ഏതെന്നാണ് ചോദ്യം. ഇതാണ് മുഴുവനായിട്ടുള്ള ക്വസ്റ്റ്യൻ. ABCD 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ശരിയായിട്ടുള്ളതാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഏതാണ് ആൻസർ വരുന്നത്? 2 ഓപ്ഷൻ സി ആണ് വരിക. നമ്മുടെ സുപ്രീം കോടതിയുടെ 52ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് BR ഗവായി. ഓർത്ത് വെച്ചോളുക, സുപ്രീം കോടതിയുടെ 52ാം ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് BR ഗവായി. ഇനി മാറിപ്പോരുതേ. ഇനി മൂന്നാമത്തെ ചോദ്യം. T20 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായ വൈഭവ് സൂര്യവംശി ഏത് ടീമിൻ്റെ കളിക്കാരനാണ്? T20 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ വൈഭവ് സൂര്യവംശി ഏത് ടീമിൻ്റെ കളിക്കാരനാണ്? ക്രിക്കറ്റൊക്കെ കാണുന്നവർക്ക് ഇത് ഒരുപാട് ആലോചിക്കൊന്നും വേണ്ട. ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി രാജസ്ഥാൻ റോയൽസ്. അപ്പോൾ രാജസ്ഥാൻ റോയൽസ് എന്ന് പറയുന്ന ടീമിൻ്റെ കളിക്കാരനാണ് വൈഭവ് സൂര്യവംശി. ഈ T20 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനാണ് കേട്ടോ വൈഭവ് സൂര്യവംശി. ഓക്കെ, ഇനി നാലാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. രാജവാഴ്ച പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം നടക്കുന്ന ഇന്ത്യയുടെ അയൽ രാജ്യം ഏതാണ്? അപ്പോൾ അവിടെ എന്താണ് ആവശ്യം? രാജവാഴ്ച പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അങ്ങനെ ആ രീതിയിൽ പ്രക്ഷോഭം നടക്കുന്നത് ഇന്ത്യയുടെ ഏത് അയൽ രാജ്യത്താണ്? അത് ഓപ്ഷൻ ബി നേപ്പാളിലാണ് കേട്ടോ. ഇങ്ങനെ ഒരു പ്രക്ഷോഭം നടക്കുന്നത് ഓപ്ഷൻ ബി നേപ്പാൾ. ഓക്കെ, ഇനി എത്ര മാർക്ക് നിങ്ങൾക്ക് ഇതിൽ സ്കോർ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ലാസ്റ്റ്. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ അംഗത്വം ഉപേക്ഷിക്കുന്ന ആദ്യത്തെ യൂറോപ്യൻ രാജ്യം ഏതാണ്? അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ അംഗത്വം ഉപേക്ഷിക്കുന്ന ആദ്യത്തെ യൂറോപ്യൻ രാജ്യമാണ് ഹംഗറി. ഓപ്ഷൻ ഡി ഹംഗറി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യമാണ്. സുദർശൻ പട്നായിക്ക് ഏത് കലാരംഗത്ത് മികവ് തെളിയിച്ച വ്യക്തിയാണ്? അപ്പോൾ കേട്ടിട്ടുണ്ടാവും സുദർശൻ പട്നായിക്ക് എന്ന്. ഇദ്ദേഹം ഏത് കലാരംഗത്ത് മികവ് തെളിയിച്ച വ്യക്തിയാണ്? ഓപ്ഷൻ സി മണൽ കൊണ്ടുള്ള ശില്പവിദ്യ. അപ്പം മണൽ കൊണ്ടുള്ള ശില്പവിദ്യയിൽ പ്രശസ്തി നേടിയിട്ടുള്ള ഒരു കലാകാരനാണ് സുദർശൻ പട്നായിക്ക്. ഓക്കെ, ഇനി ഏഴാമത്തെ ചോദ്യം. കൃഷി വ്യാപിപ്പിക്കാനായി 43 ലക്ഷം ഹെക്ടർ വനം വെട്ടിത്തെളിക്കാൻ തീരുമാനിച്ച രാജ്യം? അത് ഇന്തോനേഷ്യ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ കൃഷി വ്യാപിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് 43 ലക്ഷത്തോളം ഹെക്ടർ വനം വെട്ടിത്തെളിക്കാൻ തീരുമാനിച്ച രാജ്യമാണ് ഇന്തോനേഷ്യ. ഇനി എട്ടാമത്തെ ചോദ്യം. 2025 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുത്ത നഗരം ഏതാണ്?
ലോക പുസ്തക തലസ്ഥാനമായിട്ട് യുനെസ്കോ തിരഞ്ഞെടുത്ത നഗരം 2025. ഓപ്ഷൻ ഇല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഓപ്ഷൻസ് ഞാൻ കാണിച്ചു തരാം. 8ാമത്തെ ചോദ്യത്തിൻ്റെ ഓപ്ഷൻസ് ഇവിടെയാണേ. ഇതാ, റിയോ ഡി ജനീറോ, ഡമാസ്കസ്, ലിസ്ബൺ, പ്രാഗ്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ് കേട്ടോ. റിയോ ഡി ജനീറോ ആണ് 2025 യുനെസ്കോ സെലക്ട് ചെയ്തത് കേട്ടോ. ഇനി 9ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കാണുന്നുണ്ടല്ലോ അല്ലേ? ഇന്ത്യയിലെ ഏത് നവോത്ഥാന പ്രസ്ഥാനം രൂപം കൊണ്ടതിൻ്റെ 150ാം വാർഷികമാണ് 2025 ഏപ്രിലിൽ ആചരിച്ചതെന്നാണ് ചോദിച്ചത്. ഇന്ത്യയിലെ ഏത് നവോത്ഥാന പ്രസ്ഥാനം രൂപം കൊണ്ടതിൻ്റെ 150ാം വാർഷികമാണ് 2025 ഏപ്രിലിൽ ആചരിച്ചത്? ആര്യസമാജമാണ്. ആര്യസമാജം 1875 ഏപ്രിൽ 10 ഇത് സ്ഥാപിച്ചത്. ആരാണ്? ദയാനന്ദ സരസ്വതിയാണ്. അപ്പോൾ ഇതിൻ്റെ 150ാം വാർഷികമാണ് 2025 ഏപ്രിലിൽ ആചരിച്ചത് കേട്ടോ, ആര്യസമാജം. ഓപ്ഷൻ ഡി. ഇനി 10ാമത്തെ ചോദ്യം, നിയമസഭയിൽ ആംഗ്യഭാഷയിൽ സംസാരിക്കാൻ അനുമതി നൽകിയ ആദ്യത്തെ സംസ്ഥാനം. അതൊരു വ്യത്യസ്തമായ ഒരു ഇതാണ് അല്ലേ? നിയമസഭയിൽ ആംഗ്യഭാഷയിൽ സംസാരിക്കാൻ അനുമതി നൽകിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി പഞ്ചാബാണ്. പഞ്ചാബ്. ഓക്കെ. അപ്പോൾ ആംഗ്യഭാഷയിലൊക്കെ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ കൈകളൊക്കെ ഇങ്ങനെ വിടർത്തിയല്ലേ സംസാരിക്കുക. അപ്പോൾ 5 പേരിലല്ലേ കയ്യിലുള്ളത്. അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. പഞ്ചാബ്. ഓക്കെ. ഇല്ലെങ്കിൽ ആംഗ്യഭാഷയിൽ നമ്മൾ സംസാരിക്കുന്ന ഒരു സിനിമയാണേത്? പഞ്ചാബി ഹൗസിൽ. ആ സിനിമ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ലല്ലോ, ആംഗ്യഭാഷയിൽ സംസാരിക്കുന്നത്. ആ രീതിയിൽ ഓർത്താലും പഞ്ചാബ് കിട്ടിക്കോളും. ഓക്കെ. ഇനി 11ാമത്തെ ചോദ്യം, 2025 വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് അരങ്ങേറുന്ന രാജ്യം. 2025 വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് അരങ്ങേറുന്ന രാജ്യം ഏതാണ്? അത് ഇന്ത്യയാണ് കേട്ടോ. ഇന്ത്യ. ഓക്കെ. ഇനി 12ാമത്തെ ചോദ്യമാണ്, ലോകാരോഗ്യ സംഘടനയുടെ 2025 റോഡ് സുരക്ഷാ സൂചിക പ്രകാരം, ലോകാരോഗ്യ സംഘടനയുടെ 2025 റോഡ് സുരക്ഷാ സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും സുരക്ഷിതമായി വാഹനം ഓടിക്കാവുന്ന രാജ്യം. അത് നോർവേ ആണ് കേട്ടോ. നല്ല വേ ആണെന്ന് ആലോചിച്ചാൽ മതി. ഈ വേ ആലോചിച്ചാൽ മതി. വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത, അങ്ങനെയൊക്കെയുള്ള അർത്ഥമാണല്ലോ, വഴി. അപ്പം എന്താണ്, നമുക്കൊന്നും ചിന്തിക്കാണ്ട് നല്ല രീതിയിൽ പോകാൻ കഴിയുന്ന ഒരു വാഹനം ഓടിക്കാൻ പറ്റുന്ന രാജ്യമാണ് നോർവേ. ഓപ്ഷൻ സി. മറക്കൂലല്ലോ. 13, 2025 ഏപ്രിലിൽ അന്തരിച്ച ഡോക്ടർ കെ കസ്തൂരിരംഗനുമായി ബന്ധപ്പെട്ട് ശരി അല്ലാത്തതാണ്. ശ്രദ്ധിക്കണം, ശരി അല്ലാത്ത പ്രസ്താവന. അപ്പം ഡോക്ടർ കെ കസ്തൂരിരംഗനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനൊക്കെ കറണ്ട് അഫയേഴ്സിൽ പ്രതീക്ഷിക്കാം. 2025 ഏപ്രിലാണ് അദ്ദേഹം അന്തരിച്ചത്. ഓക്കെ. ഏതാണ് ആൻസർ വരുന്നത്? ഓരോന്നും വായിച്ചു നോക്കാമല്ലോ. ISRO ചെയർമാനായി സേവനം അനുഷ്ഠിച്ചു. ഉണ്ടോ? ഉണ്ട്. അപ്പോൾ അതല്ല ആൻസർ. പശ്ചിമഘട്ടത്തിൻ്റെ സംരക്ഷണാർത്ഥം റിപ്പോർട്ട് തയ്യാറാക്കി. അത് കേട്ടാൽ നമുക്കറിയാം അദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 2020 ദേശീയ വിദ്യാഭ്യാസ നയം തയ്യാറാക്കി. അതും നമുക്കറിയാവുന്നതാണ്. അപ്പോൾ പിന്നെ ആൻസറിലേക്ക് നമ്മൾ എത്തി. നമുക്കൊന്ന് വായിച്ചു നോക്കാം. കേന്ദ്രമന്ത്രിയായി പ്രവർത്തിച്ചു. അപ്പോൾ ഇതാണ് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടാത്തത്. അപ്പോൾ നമ്മളോട് ചോദിച്ചത് ശരിയല്ലാത്ത പ്രസ്താവന എന്നായിരുന്നു. അതുകൊണ്ട് 13ാമത്തത് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഓക്കെ. ഇനി 14, കർദിനാൾ മാരിയോ ബർഗോളിയോ ഏത് പേരിലാണ് പ്രസിദ്ധനായത്? കർദിനാൾ മാരിയോ ബർഗോളിയോ ഏതാണ്? ഓപ്ഷൻ എ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് കേട്ടോ. ഫ്രാൻസിസ് മാർപ്പാപ്പ. ഓക്കെ. ഇനി അടുത്ത ചോദ്യം, ഭൂകമ്പ ബാധിതമായ മ്യാൻമറിൽ ഇന്ത്യ നടത്തിയ ദുരന്ത നിവാരണ രക്ഷാപ്രവർത്തന ദൗത്യത്തിൻ്റെ പേരെന്ത്? മ്യാൻമറിൽ ഇന്ത്യ നടത്തിയ ദുരന്ത നിവാരണ രക്ഷാപ്രവർത്തന ദൗത്യത്തിൻ്റെ പേര് അതൊന്ന് പഠിച്ചു വെക്കണം. ഓപ്പറേഷൻ കൗസല്യ ആണ് ഒരു ഓപ്ഷൻ. ബാക്കി ഇവിടെയാണ് ഉള്ളത്. സോറി, ലേശം ഒന്ന് ബ്ലറായിപ്പോയി. ഓപ്പറേഷൻ പൂർവാഞ്ചൽ, ഓപ്പറേഷൻ ബ്രഹ്മ, ഓപ്പറേഷൻ സിഗ്മ. മ്യാൻമറിൽ നടത്തിയത്. 15ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഓപ്പറേഷൻ ബ്രഹ്മയാണ് കേട്ടോ. ബ്രഹ്മ.
അപ്പം എന്തായിരുന്നു ചോദ്യം? നമ്മുടെ മ്യാൻമറിൽ ഇന്ത്യ നടത്തിയ ദുരന്ത നിവാരണ രക്ഷാപ്രവർത്തന ദൗത്യത്തിൻ്റെ പേരാണ് ചോദിച്ചത്. ഓപ്ഷൻ സി ഓപ്പറേഷൻ ബ്രഹ്മ. അടുത്തത് സ്ത്രീകളുടെ പേരിൽ വീട്, ഭൂമി എന്നിവ വാങ്ങുന്നതിന് 1% ഫീസ് ഇളവ് പ്രഖ്യാപിച്ച സംസ്ഥാനം. ഇത് ലേശം ഞാൻ ഫോട്ടോ എടുത്ത സമയത്ത് ഒന്ന് ബ്ലറായി പോയതാണ്, അതുകൊണ്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു ഫീസ് ഇളവ് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? അത് തമിഴ്നാടാണ് കേട്ടോ, തമിഴ്നാടാണ്. ഓക്കെ, സ്ത്രീകളുടെ പേരിൽ വീട്, ഭൂമി ഇതൊക്കെ വാങ്ങുന്നതിന് 1% ഫീസ് ഇളവ് പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. ഇനി 17ാമത്തെ ചോദ്യം, ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൻ്റെ മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഏതാണ്? ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൻ്റെ മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തിയത് ഹരിയാനയാണ്, ഹരിയാന. ഓക്കെ, ഇനി 18ാമത്തെ ചോദ്യം, ലോകത്തെ ആദ്യത്തെ 3D പ്രിൻ്റഡ് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ച രാജ്യം ഏതാണ്? ലോകത്തെ ആദ്യത്തെ 3D പ്രിൻ്റഡ് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ച രാജ്യം ജപ്പാനാണ് കേട്ടോ, ജപ്പാൻ. ഓക്കെ, ഇനി 19, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ദീർഘദൂര ഗ്ലൈഡ് ബോംബ് ഏതാണ്? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ദീർഘദൂര ഗ്ലൈഡ് ബോംബ് ഏതാണ്? അത് ഗൗരവാണ്, ഗൗരവ്. ഓക്കെ, ഓപ്ഷൻ എ ഗൗരവ്. അപ്പോൾ ഗൗരവത്തോട് കൂടിയിട്ടുള്ള ഒരു കാര്യമാണല്ലോ ബോംബ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സംസാരിക്കുന്നത്, അതുകൊണ്ട് ഗൗരവ് എന്നുള്ള പേര് ഓർത്ത് വയ്ക്കാം. ഇനി 20, രാജ്യത്തിൻ്റെ 23ാം നിയമ കമ്മീഷൻ്റെ അധ്യക്ഷനായി നിയമിതനായത് ആരാണ്? രാജ്യത്തിൻ്റെ 23ാം നിയമ കമ്മീഷൻ്റെ അധ്യക്ഷനായി നിയമിതനായത് ആരാണ്? അത് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. ഇനി 21ാമത്തെ ചോദ്യം, നമുക്ക് 30 ചോദ്യങ്ങളുണ്ട്. 21, വനിതകളെ മാത്രമായി ബഹിരാകാശത്തെത്തിച്ച് വിജയകരമായി മടങ്ങിയെത്തിയ പേടകം ഏതാണ്? വനിതകളെ മാത്രമായിട്ട് ബഹിരാകാശത്തെത്തിച്ച് വിജയകരമായി മടങ്ങിയെത്തിയ പേടകമാണ് അത് ന്യൂ ഷെപ്പേർഡാണ്, ഷെപ്പേർഡ്. ഓക്കെ, ഷെപ്പേർഡ്. ഓക്കെ, ബേർഡ് എന്നുള്ള ഏതെങ്കിലും രീതിയിലൊന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഷെപ്പേർഡ് എന്നൊക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയല്ലേ എഴുതുക, പിന്നെ ഒരു ബേർഡ് അങ്ങനെയൊക്കെയുള്ളപ്പോൾ വനിതകളെ മാത്രമായിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് വെക്കുക കേട്ടോ. അടുത്തത് 22, ഹൈബ്രിഡ് നെൽവിത്തിനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനം. അപ്പം ഹൈബ്രിഡ് നെൽവിത്തിനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? അത് പഞ്ചാബാണ്, പഞ്ചാബാണ്. അപ്പോൾ നേരത്തെ നമ്മളൊരു പഞ്ചാബ് പഠിച്ചു അല്ലേ, 22 ഓപ്ഷൻ ഡി പഞ്ചാബാണ് ഹൈബ്രിഡ് നെൽവിത്തിനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത്. 23, ഏത് അന്തർദേശീയ സമിതിയുടെ ആദ്യത്തെ വനിതാ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ക്രിസ്റ്റി കവൻട്രി? ഏത് അന്തർദേശീയ സമിതിയുടെ ആദ്യത്തെ വനിതാ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ക്രിസ്റ്റി കവൻട്രി? ഓപ്ഷൻ സി ആണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയാണ് കേട്ടോ, അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി. ഓക്കെ, ഇനി 24ാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെയും കുറച്ച് ബ്ലറാണേ. ഓക്കെ, 2025 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ റാങ്ക്. ഈ ക്വസ്റ്റ്യൻസ് ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്, അതായത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് 2025 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ റാങ്ക് എന്തായാലും 93 കേട്ടോ. ഏതാണ്? 118ാം റാങ്കാണ് കേട്ടോ ഇന്ത്യയുടെ റാങ്ക് വേൾഡ് ഹാപ്പിനെസ്സിൽ. അടുത്ത ചോദ്യം, എഡ്യൂക്കേഷൻ ആൻഡ് ന്യൂട്രീഷൻ ലേൺ ടു ഈറ്റ് വെൽ എന്ന പേരിൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച അന്തർദേശീയ സംഘടന ഏതാണ്? എഡ്യൂക്കേഷൻ ആൻഡ് ന്യൂട്രീഷൻ ലേൺ ടു ഈറ്റ് വെൽ എന്ന പേരിൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച അന്തർദേശീയ സംഘടന അത് യുനെസ്കോ ആണ്. ഓപ്ഷൻ എ യുനെസ്കോ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 26ാമത്തെ ചോദ്യം. നിർധന ജനവിഭാഗങ്ങൾക്ക് റേഷൻ കടകൾ വഴി നല്ല ഇനം അരി വിതരണം ചെയ്യാനായിട്ട് ഫസ്റ്റ് ഫ്രീ ഫൈൻ റൈസ് സ്കീം അവതരിപ്പിച്ച സംസ്ഥാനം. നിർധന ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എന്ത് വഴിയാണ്? റേഷൻ കടകൾ വഴിയിട്ട് നല്ല ഇനം അരി വിതരണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി അവതരിപ്പിച്ചിട്ടുള്ള ഒരു സ്കീമാണ് ഫസ്റ്റ് ഫ്രീ ഫൈൻ റൈസ് സ്കീം. അത് തെലങ്കാനയാണ്. ഏതാണ്? തെലങ്കാന. ഓക്കെ. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്സ്റ്റൈൽ മെഷീൻ പാർക്ക് സ്ഥാപിക്കുന്ന നഗരം. ടെക്സ്റ്റൈൽ മെഷീൻ പാർക്ക് സ്ഥാപിക്കുന്ന നഗരമാണ് ഓപ്ഷൻ ഡി കാൺപൂർ. ഓക്കെ. അടുത്തത് 28. കൃഷിഭൂമിയിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന അഗ്രി വോൾട്ടായിക് പ്രൊജക്റ്റ് അഥവാ സോളാർ ഫാമിംഗ് അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. കൃഷിഭൂമിയിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന അഗ്രി വോൾട്ടായിക് പ്രൊജക്റ്റ് കേട്ടോ, അഥവാ സോളാർ ഫാമിംഗ് എന്നുള്ള രീതിയിലാണ് അത് അറിയപ്പെടുന്നത്. ഇത് അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? അത് നമ്മുടെ ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശാണ്. അപ്പോൾ നമ്മൾ സോളാർ പാനൽ അതൊക്കെ നമ്മളിങ്ങനെ ഉത്തരത്തിലല്ലേ കാണുക. ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെറസ് എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെയൊക്കെ ഉത്തർപ്രദേശ് അങ്ങനെ എന്തൊക്കെയോ ഓർത്ത് വയ്ക്കാം കേട്ടോ. ഓക്കെ. അടുത്തത് 29. നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച 2025 ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? നീതി ആയോഗാണ് പ്രസിദ്ധീകരിച്ചത്. അത് ഒഡീഷയാണ് കേട്ടോ. ഒഡീഷ. ഓക്കെ, ഒഡീഷ. അടുത്തത് 30. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആകാശ് എയർ ഡിഫൻസ് മിസൈൽ സിസ്റ്റം വികസിപ്പിച്ചെടുത്ത സംസ്ഥാനം ഏതാണ്? ആകാശ് എയർ ഡിഫൻസ് മിസൈൽ സിസ്റ്റം വികസിപ്പിച്ചെടുത്ത സ്ഥാപനം DRDO. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ. DRDO. ഓക്കെ, അപ്പോൾ നമ്മൾ 30 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. 30ൽ നിങ്ങൾക്ക് എത്ര എണ്ണം സ്കോർ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യുമ്പം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് ഇപ്പോൾ കുറേ ആയി. ഞാനും കറണ്ട് അഫെയർസൊക്കെ നോക്കിയിട്ടൊക്കെ കുറേ ആയി. അപ്പം എന്താണ് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്ത് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതേപോലെ നമുക്ക് കണക്ഷൻ വെക്കണം. അതായത് ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്തുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ വരും. ഇപ്പോൾ ചിലതിലൊക്കെ എനിക്ക് പെട്ടെന്ന് തോന്നിയ കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്താണ് ആ ഒരു കണക്ഷൻ ഓർമ്മ വരും കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള രീതിയിലൊക്കെ നമുക്ക് മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം. ഇപ്പോൾ ഇതിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞു നോക്കൂ കേട്ടോ. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.